എറണാകുളം വടക്കൻ പറവൂരിൽ ഇന്നലെയാണ് തെരുവുനായ 3.5 വയസ്സുകാരിയുടെ ചെവി കടിച്ചു മുറിച്ചത്. നായയെ പിന്നീട് നാട്ടുകാർ തല്ലിക്കൊന്നു എന്നാണ് വിവരം. വടക്കൻ പറവൂരിൽ നിന്ന് അമൽ സുരേന്ദ്രൻ ചേരുകയാണ്. അമൽ, ശരിക്കും ആ കുഞ്ഞിൻ്റെ കാര്യം എന്തായി? വളരെ ദാരുണമായ ഒരു സംഭവമായിരുന്നു ഇന്നലെ വൈകിട്ടുണ്ടായത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ അമ്പലത്തിന്റെ ഈ ഒരു ഭാഗത്ത് വെച്ച് മറ്റു 2 കുട്ടികൾക്കൊപ്പം കളിക്കാനെത്തിയതായിരുന്നു 3.5 വയസ്സുകാരിയായിരുന്ന നിഹാരിക. ഈ നിഹാരികയാണ് യാതൊരു പ്രകോപനവും കൂടാതെ അവിടത്തേക്ക് ഓടിയെത്തിയ ഒരു തെരുവ് നായ അതിക്രൂരമായി കടിക്കുകയും ആ കുട്ടിയുടെ ചെവിയുടെ ഒരു ഭാഗം കടിച്ചു മുറിച്ച് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തൊട്ടടുത്ത് തന്നെ അച്ഛനും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ നായ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത്. അതിനുശേഷം നായ ഓടിപ്പോവുകയായിരുന്നു. ഏതായാലും ആ ഒരു സംഭവത്തിന്റെ ദൃക്സാക്ഷി തന്നെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ഇന്നലെ എന്തായിരുന്നു സംഭവിച്ചത്? ഇന്നലെ ഇവിടെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു ഞങ്ങള് കൂട്ടുകാരെല്ലാരും കൂടി. അപ്പൊ ആ സമയത്ത് ഇവിടെ എല്ലാവരും ഉണ്ട്. അപ്പൊ ആ സമയത്ത് അവന്റെ മൂത്ത കൊച്ചി, ഇളയ കുട്ടി, പിന്നെ ചേട്ടന്റെ മോനും കൂടി ഇവിടെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവിടുന്ന് പട്ടി ഓടി വന്ന് കടിച്ച് കൊച്ചിനെ വലിച്ചിട്ട് അപ്പൊ തന്നെ തിരിച്ച് പട്ടി ഓടിപ്പോയി. വേറെ ഈ സമീപത്തെ വീടുകളിലൊക്കെ പട്ടി ആക്രമണം നടത്തിയോ? ഈ പട്ടി അതിനുശേഷം ഭയങ്കര അക്രമാസക്തനായി ഓടിപ്പോയി. കുറെ വീടുകളിൽ കയറിയിട്ടുണ്ട്. പിന്നെ കുറെ പട്ടികളൊക്കെ ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പട്ടിക്ക് ഇങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ട്. അത് മെന്റൽ അവസ്ഥയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ സ്ഥലത്തെ വാർഡ് മെമ്പർ തന്നെ ചേരുന്നുണ്ട്. ഈ നായയുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണോ? നായ്ക്ക് പേവിഷബാധ ഉണ്ടായിരുന്നു? പേവിഷബാധ ഉണ്ടായിരുന്നു എന്നുള്ളത് ചോദിച്ചാൽ അറിയാൻ പറ്റില്ല. ഞങ്ങള് വന്നു കഴിയുമ്പോൾ പട്ടി ചത്ത് കിടക്കണത്. ആ പട്ടിയെ നമ്മ ഐസൊക്കെ ഇട്ട് പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മണ്ണുത്തിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഏതായാലും ഈ കുട്ടിയുടെ ചികിത്സാ നടപടികളെല്ലാം ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി പൂർത്തിയായിരിക്കുന്നുണ്ട്. ഏതായാലും കുട്ടി ഇപ്പോൾ ഐസിയുവിൽ നിരീക്ഷണത്തിലാണ് ഉള്ളത്. ഈ മുറിഞ്ഞുപോയ ചെവിയുടെ ഭാഗം അത് സർജറി മുഖാന്തരം വീണ്ടും ആ ഭാഗത്തേക്ക് തന്നെ ചേർത്ത് വെക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഏതായാലും കുട്ടി അതിന്റെ ആ ഒരു ഷോക്കിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് പറവൂർ ടൗണിൽ പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ യോഗം തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ തെരുവുനായ ആക്രമണം കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഇവിടെ ഈ ദേശീയപാതയുടെ പണി നടക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ പലരും രഹസ്യമായി ഈ തെരുവുനായി കുഞ്ഞുങ്ങളെ കൊണ്ട് ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നീട് ആ നായകൾ വളർന്നു വരികയും ആക്രമണ സ്വഭാവം പുലർത്തുന്ന രീതിയിൽ സമീപപ്രദേശത്ത് ആക്രമണം നടത്തുന്നു എന്നാണ് നാട്ടുകാർ പൊതുവെ പറയുന്നത്. ഏതായാലും ശക്തമായൊരു നടപടി തന്നെ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമായി മുന്നോട്ട് പോവുകയാണ് എന്ന് തന്നെയാണ് ബന്ധുക്കളിൽ നിന്നും നമുക്കറിയാൻ സാധിക്കുന്നത്. സ്കാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.